കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിൽ 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. പടുവില സ്വദേശി അനീഷ് പി, ഉരുവച്ചാൽ സ്വദേശി റഹീൽ പി എന്നിവരാണ് പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയായ അനൂപ് മാലിക്കിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ അളവൂർ ചേരുന്നുണ്ട്. നിഖിൽ, ആരൊക്കെയാണ് പിടിയിലായത്? ഇവർക്ക് കേസുമായുള്ള ബന്ധം എത്തരത്തിലാണ്? കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസിൽ 2 പ്രതികൾ കൂടി ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. പടുവില സ്വദേശിയും ഉരുവച്ചാൽ സ്വദേശിയുമാണ് പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയായ അനൂപ് മാലിക്കിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ്. വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചെയ്യുന്നുണ്ട്. നിഖിൽ, പറയാം. ഈ കേസിലെ 1-ാം പ്രതിയായ അനൂപ് മാലിക്കിനെ കഴിഞ്ഞ 3 ദിവസമായി പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ചോദ്യം ചെയ്യലിൽ അനൂപിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 പേരെ കൂടി കണ്ണപുരം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ 2 പേരും സ്ഫോടക വസ്തു നിർമ്മാണത്തിലും വിൽപ്പനയിലും അനൂപിന്റെ പങ്കാളികളായിരുന്നു എന്നാണ് അനൂപ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പ്രകാരമാണ് ഈ 2 പേരെയും പിടികൂടിയിരിക്കുന്നത്. കഴിഞ്ഞ വിഷുക്കാലത്ത് ഉൾപ്പെടെ ഇവർ 3 പേരും ചേർന്നാണ് ഇത്തരത്തിൽ ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിനാവശ്യമായ വസ്തുക്കൾ എത്തിച്ചതും സ്ഫോടക വസ്തുക്കൾ നിർമ്മിച്ചതും വിൽപ്പന നടത്തിയതും എന്നതാണ് അനൂപ് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും ഇന്നത്തോടുകൂടി അനൂപിന്റെ കസ്റ്റഡി കാലാവധി അവസാനിച്ചിട്ടുണ്ട്. നാളെ വരെയാണ് കോടതി അനൂപിനെ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോഴും അന്വേഷണം ഊർജിതമായി തന്നെ തുടരുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇവർക്കൊപ്പം ഉണ്ടായിട്ടുണ്ടോ, ഈ സ്ഫോടക വസ്തു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ അനൂപിനൊപ്പം ഉണ്ടായിട്ടുണ്ടോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അന്വേഷിച്ചു വരുന്നത്. കീഴവയൽ സ്ഫോടനം. നിഖിൽ അളവൂരാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.